ഗ്രാമപഞ്ചായത്തിൽ ഇത്ര പ്രത്യക്ഷമായ ഒരു അഴിമതി ഉണ്ടായിട്ടില്ല. തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെയ്യേണ്ട ജോലി JCB കൊണ്ടുവന്ന് ചെയ്തിട്ട് ജിദ്ദിയിലുള്ളവന്റെ പേരിൽ റിയാദിലുള്ളവന്റെ പേരിൽ പണം അടിച്ചു മാറ്റുക. എന്നിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ സാധുക്കളായ സ്ത്രീകളുടെ പേരിൽ മെമ്പർ അടക്കം ഒപ്പിട്ട് കൊടുക്കുക. ആ പണം അടിച്ചു മാറ്റി പാർട്ടി ഫണ്ടിലേക്കും സ്വന്തം പോക്കറ്റിലേക്കും എടുക്കുക. അത്തരം ഒരു അഴിമതി നടന്ന പ്രദേശം കരുവാരക്കുണ്ടിലെ ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ മെമ്പറുള്ള ചുള്ളിയോട് വാർഡാണ്. ചുള്ളിയോട് വാർഡിലെ കുളമാണ്. ആ കുളത്തിന്റെ സ്ഥലം നിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ട്. അവരെന്നെ വിളിച്ചിരുന്നു. ഞങ്ങൾ പണ്ട് പഞ്ചായത്തിൽ സമരം ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു, ഞങ്ങളെ പരിചയമല്ല, നിങ്ങൾ ഇന്ന് പഞ്ചായത്തിൽ സമരം ഉണ്ടോ? ആ സമരം കുളത്തിന്റെ കാര്യം പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാനൊരു സാധുവാണ്, ഞാൻ ഈ നാട്ടിലില്ല, എന്റെ സ്ഥലത്താണ് ആ കുളം. അപ്പൊ ഞാൻ അതിൽ അവർക്ക് മീൻ വളർത്താനും മറ്റൊക്കെ കൊടുത്തതാണ്. അതിന്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇന്ന പറയരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പേര് ഞാൻ ഇപ്പൊ പറയില്ല. സ്ത്രീ അന്നും പറഞ്ഞിട്ടില്ല, ഇനി പറയില്ല എന്ന് ഞാൻ വാക്ക് കൊടുത്താണ്. എന്നെ ബുദ്ധിമുട്ടിക്കരുത്, ഞാൻ ഈ കാലാവധി കഴിഞ്ഞാൽ ഞാൻ അവരെ ഒഴിപ്പിച്ചോളാന്ന് പറഞ്ഞു. അവർ ചെയ്തത് കൊടും ക്രൂരതയാണ്, എന്റെ പേരിലും കൂടി ഒപ്പിട്ട് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ DYFIന്റെ സുഹൃത്തുക്കൾ, പഞ്ചായത്ത് കമ്മിറ്റിക്കാര്, എന്റെ സഹപ്രവർത്തകൻ സെക്രട്ടറി മുഹമ്മദിനെ വന്ന് കണ്ടു പറഞ്ഞു, നിങ്ങള് വല്ലാതെ പറയരുത്, ഞങ്ങൾക്കൊക്കെ പണിയാവും, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ പേരൊന്നും പറയരുത്. ഉണ്ണിക്കുട്ടിയാക്കാനെ സ്വഭാവം വെച്ച് മൂപ്പര് എല്ലാവരുടെ പേരും വിളിച്ചു പറയും. അപ്പൊ അതൊക്കെ ഒന്ന് ചുരുക്കൊണ്ട് പറഞ്ഞു. അപ്പൊ ആയിക്കോട്ടെ, എന്നാ പേര് പറയണ്ട, അങ്ങനെ നിർദ്ദേശം പല പേര് പറയണ്ടായിരുന്നു. ആൾക്കാർക്ക് അറിയാലോ. അപ്പൊ ഞാൻ അങ്ങനെ പേരും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവര് തന്നെ അംഗീകരിച്ചു. മാത്രമല്ല, ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നു, ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചു. ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചിട്ട് അഴിമതിയാണെന്ന് പറഞ്ഞു, പണം തിരിച്ചടക്കാൻ പറഞ്ഞു. തിരിച്ചടച്ചോ എന്ന് എനിക്കറിയാം. എന്തായാലും പ്രത്യക്ഷമായ അഴിമതി നടത്തിയത് ഇടതുപക്ഷ മെമ്പറുടെ ചുള്ളിയോട് വാർഡില്, വിജയകുമാറിന്റെ വാർഡില്, നമുക്കൊക്കെ പോയാൽ കാണുന്ന ഈ ചുള്ളിയോട്ടിലെ കുളത്തിലാണ്. എന്നിട്ട് വന്നിട്ട് ഇവിടെ ഭേദമൊന്നുണ്ട്. ഇതൊന്നും ആരും അറിയില്ല. എന്താ ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള പ്രാസംഗികർ പറയും. അതറിയുന്ന വിജയനും കുഞ്ഞാനും MLA പ്രതിനിധികളൊക്കെ പറയും. ഈ ഇവിടെ സംഭവിച്ചത് പിന്നെ മാത്രമല്ല, ഈ റോഡിനെ പറ്റി CPM